നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് പാക് സൈന്യത്തിന്റെ പ്രകോപനം. ഒരു ജവാന് വെടിയേറ്റു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടപടിയിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് അപ്രതീക്ഷിത നീക്കം. ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്ന് വൈദ്യുതി വിതരണത്തിനായി അദാനി പവറിന് ലഭിക്കാനുള്ള $800 മില്യൺ കുടിശ്ശിക എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ ആവശ്യപ്പെട്ട് ഗൗതം അദാനി. ഇതിനുവേണ്ടി എത്രയും നേരത്തെയുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിനെ അദാനി സമീപിച്ചതായാണ് റിപ്പോർട്ട്. സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പെന്ന് പരാതി. നേമം സഹകരണ ബാങ്കിനെതിരെയാണ് നിക്ഷേപകർ രംഗത്തെത്തിയത്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ വെട്ടിച്ചെന്ന് ആരോപിച്ച് നിക്ഷേപകർ നിയമ നടപടികളിലേക്കും പ്രക്ഷോഭത്തിനും ഒരുങ്ങുകയാണ്. 26 വയസ്സുള്ള പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി MV മണികണ്ഠനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വാളയാർ പെൺകുട്ടികൾക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജനെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. ഉദ്യോഗസ്ഥനെതിരെയല്ല, ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച ചാനലിനെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 24 ന്യൂസ് ചാനലിനെതിരെയാണ് കോടതിയുടെ പരാമർശം. അദാനി കമ്പനിയുടെ ചൈനീസ് നിക്ഷേപം രാജ്യസുരക്ഷയെയും പരമാധികാരത്തെയും അപകടത്തിൽപ്പെടുത്തുമെന്ന് ഗൗരവമേറിയ ആരോപണവുമായി കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് KCB ജീവനക്കാർ 10 കോടി രൂപ നൽകി. ജീവനക്കാരിൽ നിന്ന് സമാഹരിക്കുന്ന തുകയുടെ ആദ്യ ഗഡുവാണിത്. മന്ത്രി K കൃഷ്ണൻകുട്ടി, KCB ചെയർമാൻ ബിജു പ്രഭാകർ എന്നിവരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെക്ക് ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് 4 പുതിയ സർക്കാർ ITIകൾ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. നേമം മണ്ഡലത്തിലെ ചാല, ഒല്ലൂർ മണ്ഡലത്തിലെ പീച്ചി, തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി, തവനൂർ മണ്ഡലത്തിലെ എടപ്പാൾ എന്നിവിടങ്ങളിലാണ് ITIകൾ ആരംഭിക്കുക. ഭരണപക്ഷ MLA ആയ PV അൻവറിന്റെ ആരോപണങ്ങളിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്ന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തൽ നടന്നെന്ന അൻവറിന്റെ ആരോപണത്തിലാണ് ഗവർണർ ഇടപെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ചരിത്രം കുറിക്കാൻ കപ്പൽ ഭീമൻ എത്തുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ MSC ക്ലോഡ് ഗാർഡേറ്റ് ആണ് തുറമുഖത്തെത്തുന്നത്. കപ്പൽ 13-ന് വൈകിട്ടോടെ വിഴിഞ്ഞം ബർത്തിൽ അടുക്കുമെന്നാണ് സൂചന. 399 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 24,116 TEU കണ്ടെയ്നർ ശേഷിയുണ്ട്. ഇന്ത്യയിലും ദക്ഷിണേഷ്യയിലും ബർത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കപ്പലായ ഇത് ഇന്ത്യയിൽ ആദ്യമായാണ് എത്തുന്നത്. കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ ജമോ കെനിയാത്ത രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിയന്ത്രണാവകാശം ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കെനിയയിൽ പ്രക്ഷോഭം. പ്രതിഷേധങ്ങൾ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും പടർന്നു. പോക്സോ കേസിലെ പ്രതിയായ യുവാവിന് 25 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കടക്കാവൂർ സ്റ്റേഷൻ പരിധിയിൽ 2018 ജൂണിൽ 15 വയസ്സുള്ള പെൺകുട്ടിയെ ഉപദ്രവിച്ച കേസിൽ
കീഴാറ്റിങ്ങൽ വിളയിൽമൂല RR നിവാസിൽ രമേശിനെയാണ് ശിക്ഷിച്ചത്. വർക്കല അതിവേഗ പോക്സോ കോടതി ജില്ലാ ജഡ്ജി സിനി SR ആണ് ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയെ സ്നേഹം നടിച്ച് ചിറയൻകീഴ് പുരവൂരിലെ വാടക വീട്ടിൽ എത്തിച്ചാണ് ഇയാൾ ഉപദ്രവിച്ചത്. നാവായിക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കല്ലമ്പലം മേഖലയിൽ ഭക്ഷണശാലകളിൽ റെയ്ഡ് നടത്തി. ചൊവ്വാഴ്ച പുലർച്ചെ 7-ന് ആരംഭിച്ച പരിശോധനയിൽ നിരവധി ഹോട്ടലുകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ആഹാരം പാചകം ചെയ്യുന്നതെന്ന് കണ്ടെത്തി. ആലിൻമൂട്ടിൽ പ്രവർത്തിക്കുന്ന അലീഫ് ഹോട്ടലിന് പ്രവർത്തനം നിർത്തിവെക്കാനും ശുചിത്വ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.